നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 വായിക്കുമ്പോഴാണ് കാണുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദരിദ്രനും നീ നഗ്നനും നീ കുരുടനും എന്ന് അറിയാതിരിക്കിയാൽ നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും എന്നോട് വിലയ്ക്ക് വാങ്ങാൻ എന്നോട് ബുദ്ധി പറയുന്നു. വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങാൻ പറയുന്നു. വെള്ളയുടുപ്പ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു മനോഹരമായ രംഗം കാണാം. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 41-ാം അധ്യായം 42-ാം വാക്യം. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ദൈവത്തിന് സ്തോത്രം. ഈ 13 വർഷം ജയിലിൽ കിടന്നയാളാണ് യോസേഫ്. അന്ന് വസ്ത്രം മാറാനൊക്കെ കിട്ടി കാണുമോ? നമുക്ക് അറിഞ്ഞുകൂടാ. ജയിലസ്ഥിതി നമുക്ക് അന്നത്തെ അപരിഷ്കൃതമായ കാലത്ത് ജയിലസ്ഥിതി എന്തായിരിക്കും? ഓടുവസ്ത്രത്തിന് മറുവസ്ത്രം കിട്ടി കാണുകയില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് 13 കൊല്ലം ആ വെറും തറയിലിരുന്ന് അല്പം ഭക്ഷണം കൊടുക്കുന്നത് വാരി തിന്ന് മറ്റ് തടവുകാരുടെ ചീത്തവിളികളും പരിഹാസങ്ങളും എല്ലാം കേട്ട് അങ്ങനെ വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നില്ലേ യോസേഫ്? എന്നാൽ എങ്ങനെയുള്ളവനായിരുന്നു? അപ്പൻ്റെ ഓമനപുത്രനായി വീട്ടിൽ 17 കൊല്ലം സ്വന്തം വീട്ടിൽ കഴിഞ്ഞവനായിരുന്നു. അമ്മ മരിച്ചു പോയെങ്കിലും അപ്പൻ അവനെ ഓമനിച്ച് താലോലിച്ച് ലാളിച്ച് വളർത്തുകയായിരുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കൂ, ആ ചെറുപ്പക്കാരൻ്റെ മനോഭാവം എന്തായിരിക്കും? ആ 13 കൊല്ലം ജയിലിൽ കിടന്ന 13 കൊല്ലം ചിന്തിച്ചാണെങ്കിൽ എന്തിനാ കർത്താവ് ഞാൻ ഈ ജയിലിൽ കിടക്കേണ്ടി വന്നത്? മനസ്സറിഞ്ഞൊരു തെറ്റ് ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തെങ്കിൽ ജയിലിൽ കിടക്കാം. ഞാൻ മനസ്സറിഞ്ഞൊരു തെറ്റ് ചെയ്തില്ല. ഞാൻ തെറ്റ് സംഭവിക്കരുതെന്ന് വിചാരിച്ച് ഓടിപ്പോയല്ലേ ഉള്ളൂ. തെറ്റ് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കരുതിയെന്നല്ലേ ഉള്ളൂ. തിന്മയിലേക്ക് എന്നെ ആ ദുഷ്ടസ്ത്രീ വശീകരിച്ചപ്പോൾ അതിന് വഴങ്ങാതെ ഞാൻ ഓടിപ്പോയി. അതിന് എങ്കിലും എൻ്റെ കർത്താവ് നീ ഇതൊക്കെ കാണുന്നില്ലേ? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? എൻ്റെ കർത്താവ് നീ എല്ലാം അറിയുന്നില്ലേ? ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന നീ കാണുന്നില്ലേ? ഓർത്ത് നോക്കൂ, യൗസേഫിൻ്റെ മനസ്സിലെപ്പോഴും ചിന്തകൾ എന്തൊക്കെയായിരിക്കും? എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ച് കാണും. കർത്താവ് നീ അറിയുന്നില്ലായിരിക്കുമോ? നീ ഇത് കാണുന്നില്ലായിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഓരോന്നിങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ യൗസേഫിന് ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ ഏങ്കലടികൾ വരും. അത് ഏറ്റവും പ്രയാസം മറ്റ് തടവുള്ളികളുടെ ശകാരവും പരിഹാസവുമാണ്. ഇവിടെ ചെറുപ്പക്കാരെ, നീ ഇത്ര ചെറുപ്പത്തിലേ വേണ്ടാതിനത്തിന് പോയത് എന്തിനാ? നീ കയറിയ പൃഥ്വിഹോർ എന്ന് പറയുന്ന ആ ഉന്നതോദ്യോഗസ്ഥൻ്റെ ഭാര്യയെ നീ അവമാനിക്കാൻ പോയത് എന്തിനാ? യോസേഫ് അന്നേരം അവരോട് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം മറുപടി പറഞ്ഞാൽ ആർക്കും സ്വീകാര്യമല്ല. തക്ക തെളിവ് അന്ന് അവിടെ ഇസ്രായേലിലെ ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. യജമാനത്തിയുടെ കിടപ്പറയിൽ ഇവൻ്റെ ഉടുതുണി കിടക്കുന്നു. അവൻ ഉടുത്ത മുണ്ട് ആ പൊത്തിഫറിൻ്റെ ഭാര്യയുടെ കിടപ്പുമുറിയിൽ കിടക്കുന്നു. ഇതിൽ പരം മോശമായിട്ടുള്ള എന്താ ഉള്ളത്? തെളിവ് സഹിതമാണ് ഓരോന്ന് പറയുന്നത്. തെളിവ് സഹിതം എല്ലാവരും അവനെ പരിഹസിക്കുന്നു. ആർക്കും അവനെക്കുറിച്ച് സഹതാപമില്ല. ഉണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ആർക്കും സഹതാപമില്ലാതെ എല്ലാവരും പരിഹസിക്കുന്ന അവസ്ഥയിൽ. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പ് ആ 13 കൊല്ലം അവിടെ കിടന്നപ്പോഴും യൗസേപ്പിന് പക്ഷേ മടുപ്പുണ്ടായില്ല. എന്തുകൊണ്ടാണത്? അതൊരു ഭാഗ്യമാണ്. കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എല്ലാം കാണുന്നു. എൻ്റെ ദൈവം എല്ലാം അറിയുന്നു. എല്ലാം ശരിയായി തന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് തെറ്റിദ്ധാരണയില്ല. മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും, പക്ഷേ എൻ്റെ ദൈവത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല.
ദൈവമെല്ലാം ശരിയായി ധരിക്കുന്നു. യൗസേപ്പ് 13 കൊല്ലം അവിടെ കിടന്നപ്പോൾ യോസേപ്പ് ചിന്തിച്ച് കാണും ചിലപ്പോൾ, എൻ്റെ കർത്താവേ, ഞാൻ ആ പൊട്ടൻകെട്ടിൽ കിടന്ന് വലഞ്ഞപ്പോൾ നീ എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചല്ലോ, എടുത്ത് പൊക്കിയല്ലോ, അപ്പോൾ എനിക്ക് ഒരു വിടുതൽ നീ തന്നല്ലോ. അടിമ വ്യവസായികളുടെ കൂടെ ഇസ്മായിൽ കച്ചവടക്കാരുടെ കൂടെ പോകുമ്പോൾ അവരിൽ നിന്നുള്ളതായ ഉപദ്രവങ്ങളൊക്കെ ഏറ്റിട്ടും എനിക്ക് വേറെ കേടൊന്നും വരാതെ ഞാൻ കാത്തല്ലോ. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യം, യൗസേപ്പിന് പ്ലസ് പോയിൻറ്റുകൾ എണ്ണാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് പോയിൻറ്റുകൾ എണ്ണാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഈ പ്ലസ് പോയിൻറ്റുകൾ എണ്ണുക എന്ന് പറയും. പ്ലസ് പോയിൻറ്റുകൾ ഓർത്ത് നോക്കിയാൽ പ്ലസ് പോയിൻറ്റുകൾ എണ്ണാനുണ്ട്, ധാരാളമുണ്ട്. ഞാൻ ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്ലസ് പോയിൻറ്റുകൾ എന്തൊക്കെയാണ്? അവൻ ഓരോന്നോട് പറഞ്ഞു. ശരിയാണ്, കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവിയുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്, വായിക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും, ബുദ്ധിയുണ്ട്, ഓരോരോ പ്ലസ് പോയിൻറ്റുകൾ. ഞാൻ പറഞ്ഞു, പിന്നെ വേറെ എന്താ? ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ, നിനക്ക് ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കാനിടയായില്ലേ? ഓ, കേൾക്കാനിടയായി. അതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ? അനേകർക്ക് ഇത് കേൾക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, നിനക്ക് സാധിച്ചല്ലോ. പ്ലസ് പോയിൻറ്റുകൾ എണ്ണുക, ജീവിതത്തിലുള്ളതായ നന്മ വശങ്ങൾ എണ്ണുക. എണ്ണി വരുമ്പോൾ നാം എങ്ങലടിച്ചു പോകും. അയ്യോ കർത്താവേ, ഇതൊക്കെ നീ എനിക്ക് തന്നതാണല്ലോ. യൗസേപ്പ് ആ കാരാഗൃഹത്തിൻ്റെ ഊഷരതയും പ്രയാസവും യാതനയും സഹിച്ചത് അവൻ്റെ ജീവിതത്തിലുള്ളതായ നന്മകൾ ഓർത്താണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായ നന്മകൾ ഓർത്ത്, ദൈവം നൽകിയ നന്മകൾ ഓർത്ത്, ഇപ്പോഴെനിക്ക് ആയുസ് ശേഷിച്ചിരിക്കുന്നല്ലോ, ഞാൻ അവിടെ പൊട്ടക്കിണറ്റിൽ വീഴുന്ന ചത്തുപോയല്ലോ, അപ്പോൾ അതിന് ഇടവരാതെ എന്നെ കാത്തല്ലോ, ദൈവം നന്മകൾ. അപ്പോഴാണ് 13 വർഷത്തിന് ശേഷം ഇതാ പെട്ടെന്ന് കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്നു, രാജാവിൻ്റെ സേവകരെ അകത്തു വന്നു, യൗസേപ്പിനെ പെട്ടെന്ന് കുളിപ്പിച്ചു, യൗസേപ്പിന് വസ്ത്രം കൊടുത്തു, അവനെ കൊണ്ടുപോയി രാജാവിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. 41:38. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കൂ, ഇത്രയേറെ അവമാനം സഹിച്ച യൗസേപ്പിനെ ഇപ്പോൾ കേൾക്കാൻ ഉണ്ടായിരുന്ന എങ്ങനെയാണ്? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടു കിട്ടുമോ? ഇങ്ങനെ ഒരാളുണ്ടോ? വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇങ്ങനെ ഒരാൾ? നോക്കൂ, ഫറോ രാജാവ് അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നിനക്ക് ദൈവം ചില വെളിപ്പാടുകൾ തന്നിരിക്കുന്നു, ദൈവം നിനക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്നെപ്പോലെ വിവേകമുള്ളവനുമില്ല, ജ്ഞാനമുള്ളവനും ഒരുത്തനുമില്ല. ഫറവോൻ പറയുകയാണ്. ഇത്ര നാളും കേട്ട ആക്ഷേപങ്ങളെല്ലാം മാറി, അവമാനങ്ങളെല്ലാം മാറി, പരിഹാസങ്ങളെല്ലാം മാറി. ഇപ്പോൾ കേൾക്കുന്നു, രാജാവിൻ്റെ മുഖത്തു നിന്ന് തന്നെ അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. അവിടെ തടവുടികൾ ആക്ഷേപിച്ചാലെന്ത്, സഹോദരന്മാർ വെറുത്ത് ഉപേക്ഷിച്ചാലെന്ത്, സഹോദരന്മാർ വിറ്റുകളഞ്ഞാലെന്ത്, സ്വന്തം അമ്മ മരിച്ചു പോയാലെന്ത്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ ഞാൻ കടന്നു വന്നു. സംഭവപൂർവമായ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഞാൻ അതിജീവിച്ചാണ് എവിടെ വരെ എത്തിയത്. എന്നാൽ ഇപ്പോൾ ആക്ഷേപവും പരിഹാസവും ഏറ്റ് മനമെടുത്തു പോയ എൻ്റെ ജീവിതത്തിൽ ഇതാ കേൾക്കുന്നു, എൻ്റെ കാതുകൾ ഗംഭീരമായ ശബ്ദം കേൾക്കുന്നു. നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. വളരെ പറയുകയാണ്, എൻ്റെ ഗ്രഹത്തിന് എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്തിന് നീ മേലധികാരിയാകും. ഞാൻ രാജാവാണ്, പക്ഷേ എൻ്റെ ഒപ്പം നിനക്ക് സ്ഥാനം തന്നിരിക്കുകയാണ്, നീ മേലധികാരിയാകും. പിന്നെ നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം നിന്നേക്കാൾ ഞാൻ വലിയവനായിരിക്കും. എല്ലാ കാര്യങ്ങളും നിനക്ക് പൂർണ്ണ അധികാരം തന്നിരിക്കുന്നു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും. ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. പിന്നെ ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. ആസ്ഥാനമണ്ഡപത്തിലുള്ള എല്ലാവരും കാണുക, സജീവന്മാരും മന്ത്രിപ്രവരന്മാരും സേനാനായകന്മാരും എല്ലാവരും കാണുക, ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യൗസേഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. സ്തോത്രം. അവനെ മനോഹരമായൊരു വസ്ത്രം ധരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ എളിമയോടെ അറിയിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ പരിഭവിക്കരുത്. ചില തീരാവേദനകൾ കൂടിയാണ് കടന്നു പോകുന്നെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. ചില
വേദനാകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങൾ തളരരുത്. കാരണം നിങ്ങളവിടെ തളരാതിരുന്നാൽ രാജാധിരാജൻ തൻ്റെ തൃക്കരം കൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് തൻ്റെ വിശുദ്ധ വസ്ത്രം നിങ്ങളെ ധരിപ്പിക്കും. സ്തോത്രം. ഇപ്പോൾ യോസേഫിൻ്റെ സ്ഥിതി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 13 വർഷം കാരാഗ്രഹത്തിൽ കിടന്ന കാലങ്ങൾ, അതിനു മുമ്പ് സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട കാലങ്ങൾ, അതിനുശേഷം ഇസ്മായിൽ കച്ചവടക്കാരുടെ കൂടെ നടന്ന കാലങ്ങൾ, ഇതെല്ലാം ഓരോന്നോരോന്ന് ഓർത്താൽ യോസേഫിൻ്റെ കണ്ണ് നിറയില്ലേ? ഇന്ന് ഫറവോ രാജാവ് എനിക്ക് നേർമയുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു, ഏറ്റവും വിലപ്പിടുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. ഈജിപ്റ്റ് വസ്ത്രവ്യാപാരത്തിന് കേൾവിയേറ്റ സ്ഥലമാണ്. പ്രാചീന സംസ്കാരത്തിൻ്റെ ഒരു കളിത്തൊട്ടിലാണ് ഈജിപ്റ്റ്. സംസ്കാരത്തിൻ്റെ മേതുരമായ ഈജിപ്തിൽ അവിടെ മനോഹരമായ വസ്ത്രം യോസേഫിന് ധരിപ്പിക്കുന്നു, രാജാവ് ധരിപ്പിക്കുന്നു. നേർമയുള്ള വസ്ത്രം രാജാക്കന്മാർ ധരിക്കുന്ന വസ്ത്രമാണ്. നേർമ എന്ന് പറഞ്ഞാൽ മൃദുലത്വം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, അത് വിശേഷപ്പെട്ട വസ്ത്രമാണ്. നേർമയുള്ള വസ്ത്രം രാജാക്കന്മാരും രാജാക്കന്മാരുടെ ഒപ്പമുള്ളവരും ധരിക്കുന്ന വസ്ത്രമാണ്. ആ വസ്ത്രമാണ് രാജാവ് ഇവനെ ധരിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് യാതനയുണ്ട്, ഇന്ന് കണ്ണുനീരുണ്ട്, ഇന്ന് നമുക്ക് വേദനയുണ്ട്, ഇന്ന് രോഗങ്ങളുണ്ട്, ഇന്ന് കഷ്ടപ്പാടുണ്ട്, ഇന്ന് താങ്ങാൻ വയ്യാത്ത വിപത്തുകളുണ്ട്. അനേകം കാര്യങ്ങൾ നമ്മുടെ മനസ്സിങ്ങനെ നീറിപ്പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുകയുന്ന ജീവിതം, തളരുന്ന ജീവിതം, തകർന്നുപോയ ജീവിതം, ആശയ്ക്ക് വകയില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ ആണ്ടുപോയ ജീവിതം. എന്നാൽ കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് രാജാധിരാജൻ തൻ്റെ ശരീരത്തേക്ക് അണച്ച് നിങ്ങളെ തൻ്റെ വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കും. ആ കല്യാണ വസ്ത്രം നിങ്ങളെ പുതപ്പിക്കും. സ്വർഗീയ മന്ത്രകൂടി നിങ്ങളെ ധരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജൻ്റെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും, ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. രാജാധിരാജൻ്റെ വിചിത്ര വസ്ത്രം ധരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. വിചിത്ര വസ്ത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയനാഥൻ്റെ ഈ ശ്രേഷ്ഠമായ വസ്ത്രം നമ്മൾ ധരിപ്പിക്കും. എന്താണ് അതിനുള്ള പോംവഴി? ഇത് ധരിക്കാൻ കിട്ടാനുള്ള യോഗ്യത എന്താണ്? ഞാൻ നഗ്നനാണ് എന്നറിയണം. കർത്താവേ, ഞാൻ നഗ്നനാണ്, ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നീ അറിയണം, നീ ഞാൻ നഗ്നനാണെന്ന്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഞാൻ നഗ്നനാണ്. നീതിൻ വസ്ത്രം എവിടെയോ കീറിപ്പോയി. ഒരിക്കൽ നീ എനിക്ക് സൗജന്യമായി കല്യാണ വസ്ത്രം തന്നതായിരുന്നു, അത് കീറിപ്പോയി. സൗജന്യമായി നീ എനിക്ക് നീതിൻ വസ്ത്രം തന്നതായിരുന്നു, അത് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് ചെളി പുരണ്ടുപോയി, കറവറ്റിപ്പോയി. എൻ്റെ വസ്ത്രത്തിൽ ചെളി പുരണ്ടുപോയി. കോപം വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടു. വാശിയും വഴക്കും വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടു. സ്വാർത്ഥതയും അഹങ്കാരം വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടു. കരുണയുള്ള കർത്താവേ, അശുദ്ധമായ വിചാരങ്ങളോ വികാരങ്ങളോ വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടു. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ തന്ന വസ്ത്രത്തിൽ കറ പുരട്ടിക്കൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നീ എനിക്ക് സൗജന്യമായി തേജസ്സിൻ്റെ വസ്ത്രം തന്നിരുന്നു. സൗജന്യമായി തന്നിരുന്ന ആ തേജസ്സിൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സൗജന്യമായി നീ എനിക്ക് ക്രിസ്തുവിൻ്റെ തിരുശരീരത്താൽ എന്നെ പുതപ്പിച്ചു. നിൻ്റെ തിരുശരീരം കീറി, നിൻ്റെ തിരുമാറു തുറന്ന് ആ തിരുരക്തത്താൽ എന്നെ നീ പുതപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, എനിക്ക് തന്ന മഹാഭാഗ്യം അതാണ്. കർത്താവേ, എനിക്ക് നീ തന്നത് ആ മഹാഭാഗ്യം. നിൻ്റെ ദേഹമെന്തരശീല നീ ചീന്തി. ദൈവത്തിന് സ്തോത്രം. ദേഹമെന്തരശീല ചീന്തി. എബ്രായ ലേഖനം 10-ാം അധ്യായം. നിൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി. ദൈവത്തിന് സ്തോത്രം. ദേഹമെന്തരശീല ചീന്തി, വസ്ത്രം കീറി. നിൻ്റെ തിരുശരീരം നീ കീറി. എന്നെ വസ്ത്രം ഉടുപ്പിക്കാൻ വേണ്ടി, എന്നെ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി, എന്നെ നഗ്നത മാറ്റാൻ വേണ്ടി. എൻ്റെ കർത്താവേ, ഇന്ന് എനിക്കിതെല്ലാം മനസ്സിലാകുന്നു. കർത്താവേ, ഞാൻ എൻ്റെ നന്മ പ്രവൃത്തികളാണ് എൻ്റെ മേന്മയെന്ന് വിചാരിച്ചിരുന്ന കാലമുണ്ട്. എൻ്റെ സൽസ്വഭാവമാണ് എൻ്റെ മേന്മയെന്ന് വിചാരിച്ചിരുന്ന കാലമുണ്ട്. എൻ്റെ സൽഗുണ മനോഭാവമാണ് എൻ്റെ മേന്മയെന്ന് ധരിച്ചിരുന്ന കാലമുണ്ട്. കർത്താവേ, എനിക്ക് അഭിമാനിക്കത്തക്കതായി പലതും ഉണ്ടെന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പറയണം, എനിക്ക് അഭിമാനകരമായി പലതും ഉണ്ടായി എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. അഭിമാനകരമായ പല കാര്യങ്ങളും, നല്ല ആത്മീയമായ പാരമ്പര്യമുണ്ടെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ നിശ്ചയമുണ്ടെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. കർത്താവേ, ഇപ്പോൾ ഞാൻ വരുന്നു. കർത്താവേ, കീറിപ്പോയ വസ്ത്രവുമായി, കറ വരേണ്ട വസ്ത്രവുമായി, നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ എന്ന് കർത്താവ് പറയുന്നു. നീതി പ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ കറ വരേണ്ട വസ്ത്രവുമായി ഞാനിതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ അനേകം കാര്യങ്ങളിൽ കറ വരണ്ടിരിക്കുന്നു. എൻ്റെ പൈസയിൽ കറ വരണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ വരുമാനത്തിൽ കറ വരണ്ടിരിക്കുന്നു. ഞാൻ ചെലവഴിച്ച രൂപയിൽ കറ വരണ്ടിരിക്കുന്നു. ഞാൻ ചിലരോട് ചിലത് വാങ്ങിയതിൽ കറ വരണ്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ ചിലർ കൊടുത്തതിൽ കറ വരണ്ടിരിക്കുന്നു. കറ പറ്റിയ ജീവിതം.
നീതിപ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ. ദൈവത്തിന് സ്തോത്രം. നന്മയുണ്ടായി ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ വിചാരിച്ചിരുന്നതുമായ എൻ്റെ അഭിമാനകരമായ വിഷയങ്ങൾ കറ വരണ്ടു പോയിരിക്കുന്നു കർത്താവേ. എന്നാൽ ഇന്ന് എനിക്കൊരു സത്യം മനസ്സിലായി. കർത്താവേ, ഞാൻ നഗ്നനാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ നേർമയുടെ വസ്ത്രം ധരിപ്പിക്കണമേ. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നേർമയുടെ വസ്ത്രം ധരിക്കുന്നതിന് കാരണമായി തീർന്നത് യൗസേപ്പിൻ്റെ ഏകാഗ്രതയാണ്, ദൈവത്തോടുള്ളതായ ഭയഭക്തിയാണ്, ദൈവഭയമാണ്. ദൈവഭയം. യൗസേപ്പിന് ദൈവഭയം ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടന്മാരെന്നെ പകച്ചാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. ഈ ദുഷ്ടസ്ത്രീയെ വശീകരിച്ചാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. കർത്താവിന് സ്തോത്രം. ഏതെല്ലാം പ്രതിസന്ധികൾ എനിക്ക് വന്നാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. കാരാഗ്രഹത്തിലിട്ടാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. എൻ്റെ ജീവിതത്തിൽ തിന്മ വരരുത്. ആ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, ഉറച്ചു പറയാം, വ്യക്തമായി പറയാം, കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ പലതും ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ താഴെ വയ്ക്കുന്നു, എല്ലാം കറ വരേണ്ട തുണി പോലെയാണ്. നിങ്ങൾ നീതിപ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ നിശ്ചയം പറയുന്നു. നീതിപ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ എല്ലാം കറവറ്റിയിരിക്കുകയാണ്. എല്ലാറ്റിലും ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു. നന്മ ചെയ്യുന്നതിൽ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു. സാധുക്കൾക്ക് കൊടുത്തതിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു. മറ്റുള്ള അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള അറിയണമെന്നുള്ള ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില നന്മ പ്രവൃത്തികൾ ഞാൻ ചെയ്തു, അത് മറ്റുള്ളവർ അഭിനന്ദിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചില ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അത് മറ്റുള്ളവർ അഭിനന്ദിക്കണമെന്നും എന്നെ ആദരിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം കറ വരേണ്ട തുണിയായിപ്പോയി. കർത്താവേ, അതിനൊക്കെ ഈ ഭൂമിയിൽ തന്നെ പ്രതിഫലം കിട്ടിപ്പോയി. നിൻ്റെ വേല ചെയ്തതിന് പ്രതിഫലം കിട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആളുകൾ എന്നെ മാനിച്ചു, പലരും എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് വചനത്തെ ആഗ്രഹിക്കുന്നവരും ദൈവത്തിന് വചനം മാനിക്കുന്നവരും എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതിലൊക്കെ എനിക്ക് ഒരു അഭിമാനം വന്നു, കറ വരണ്ടു പോയി. അതുകൊണ്ട് ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടി. ആളുകൾ ആദരിക്കുന്നു, ആളുകൾ സ്നേഹിക്കുന്നു, ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടിപ്പോയി. ഇനി എനിക്ക് നിത്യതയിലേക്ക് വരുമ്പോൾ പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് അറിയുന്നു. പ്രതിഫലം കിട്ടണമെങ്കിൽ, നിത്യതയിലേക്ക് വരുമ്പോൾ പ്രതിഫലം കിട്ടണമെങ്കിൽ ഞാനിവിടെ ചെയ്തതൊക്കെയും വ്യർത്ഥമെന്ന് ഞാൻ തിരിച്ചറിയണം. എനിക്ക് നല്ലതെന്ന് കരുതിയൊക്കെയും വ്യർത്ഥമെന്ന് ഞാൻ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. ഞാൻ നല്ലത് ചെയ്തു എന്ന് എനിക്ക് തോന്നിയതെല്ലാം വ്യർത്ഥമാണ്. കർത്താവെ, അതിലൊക്കെയും എൻ്റെ ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സ്വയം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു തന്നിഷ്ടം ഉണ്ടായിരുന്നു, എനിക്ക് എന്നിൽ തന്നെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവെ, തെറ്റുപറ്റിപ്പോയി ദൈവമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വക തരുന്നുണ്ടോ വല്ലതും? ഓർത്ത് നോക്കൂ. എല്ലാവരുടെയും പിന്നിൽ ഒരു കറയുണ്ടായിരുന്നു. എല്ലാവരും പിന്നിൽ ഒരു സ്വയം ഉണ്ടായിരുന്നു. എല്ലാവരുടെ പിന്നിൽ സ്വയത്തിൻ്റെ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഇതാ താഴെ വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടുന്നവർ, അവർക്ക് പാട്ടിൽ ഒരു ആനന്ദം ഉണ്ടായിരുന്നു. നല്ലത്. പാട്ടിൽ നല്ല സ്വരമാധുരി ഉണ്ടല്ലോ, നല്ലത്. പക്ഷേ അതിൽ നീ അതിൽ പ്രശംസിച്ചു പോയാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നല്ലതുപോലെ പടം വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ആ പടം വരയ്ക്കാൻ കഴിവുണ്ട്. അതിൽ നീ പ്രശംസിച്ചു പോയാൽ നിനക്ക് അതിൻ്റെ പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നല്ലപോലെ സാക്ഷ്യം പറയാൻ ഒരു കൃപ കിട്ടിയ ദൈവം ഇതിൽ. എന്നാൽ സാക്ഷ്യം പറഞ്ഞു, സാക്ഷ്യത്തിൽ കൃപ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടിപ്പോയി, നിനക്ക് ഇവിടെ പ്രതിഫലം കിട്ടിപ്പോയി. അതുകൊണ്ട് ഇനി നിത്യത്തിൽ പ്രതിഫലം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, എനിക്ക് പ്രതിഫലം കിട്ടാൻ വകയൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഇവിടെ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എല്ലാവരുടെയും പിന്നിൽ സ്വാർത്ഥതയുണ്ട്. അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവേ, എനിക്ക് ഒന്ന് മാത്രം മതി. എൻ്റെ യേശു എന്നിൽ പ്രസാദിച്ചാൽ മാത്രം മതി. ലോകം എൻ്റെ എന്തും കണ്ടുകൊള്ളട്ടെ, ആരും എന്നെക്കുറിച്ച് എന്തും ചിന്തിച്ചുകൊള്ളട്ടെ, സാരമില്ല കർത്താവേ. എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്നേഹം മതി, യേശുവിൻ്റെ ക്രമം മതി, യേശുവിനോട് ഇരുന്നാൽ മതി, യേശുവിൻ്റെ തൃക്കനെ തലോടിയാൽ മതി, യേശുവിൻ്റെ തിരുവസ്ത്രത്തെ ധരിപ്പിച്ചാൽ മതി. ആ തിരുവസ്ത്രം നീ എനിക്ക് തന്നാൽ കർത്താവേ, അത് കറവരല്ലാതെ ഞാൻ നീ സൂക്ഷിച്ചുകൊള്ളാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിൻ്റെ തിരുവസ്ത്രം എനിക്ക് തന്നാൽ, നിൻ്റെ തിരുശരീരം ചീന്തിയെടുത്തതായ തിരുവസ്ത്രം എനിക്ക് തന്നാൽ, നിൻ്റെ തിരുലാവ് മുറിഞ്ഞൊഴിയ ആ തിരുരക്തം പുരണ്ടതായ തിരുവസ്ത്രം, ദൈവമേ, ആ മേലങ്കി എനിക്ക് തന്നാൽ മതി കർത്താവേ. ഒന്നും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ആകെ വേണ്ടത് എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവനായ യേശു. ഹല്ലേലൂയ. എൻ്റെ കൃപയുടെ ഉറവിടമായ യേശു. ഹല്ലേലൂയ. എൻ്റെ നിധിയായ യേശു. ഹല്ലേലൂയ. എൻ്റെ സമ്പത്തായ യേശു. ഹല്ലേലൂയ. എൻ്റെ സമ്പത്തിൻ്റെ അതിഥ്യകയായ യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ജീവനായ യേശു. ഹല്ലേലൂയ. എൻ്റെ ആത്മാവാകും ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നുമല്ല എന്നറിയാൻ എനിക്ക് ദാരിദ്ര്യം തന്ന യേശു. ഹല്ലേലൂയ. ഞാൻ ഏതുമില്ല എന്ന് മനസ്സിലാക്കാൻ എളിമ തന്ന യേശു. ഹല്ലേലൂയ. എന്നെ ഒന്നുമല്ലാത്തവനെന്ന് മനസ്സിലാക്കി തന്ന് എന്നെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന യേശു. ഹല്ലേലൂയ. എന്നെ രൂപാന്തരപ്പെടുത്താൻ അധ്വാനിക്കുന്ന യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ യേശുവിനെ കാണുക, യേശുവിനെ വിളിക്കുക. യേശു നിങ്ങളുടെ അരികത്തോട് നടന്നു പോകുന്നുണ്ട്, നിങ്ങൾ സമീപത്തോട് നടക്കുന്നുണ്ട്. അവനോട് പറയൂ, കർത്താവേ, എല്ലാം കറ വരേണ്ട തുണി മാത്രം. നല്ലത് ഞാൻ കരുതിയതെല്ലാം കറ വരേണ്ട തുണി മാത്രം. എൻ്റെ ശുശ്രൂഷകൾ കറ വരേണ്ട തുണി മാത്രം. എൻ്റെ കർത്താവേ, അതെല്ലാം ഉണ്ടായിരുന്നു.
ഒരു സ്വയം, അതെല്ലാം ഉണ്ടായിരുന്നു. ഒരു തന്നിഷ്ടം എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു സ്വന്തമായ ഒരു ലാക്ക്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, ദൈവമക്കൾ എന്നെ മാനിക്കുന്നത് പോലും അത് സ്വന്തമായി കർത്താവേ ചില ലാക്കുകൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു പോയല്ലോ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പറയൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നിങ്ങൾ ഏറ്റുപറയൂ, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയൂ. കർത്താവേ, എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇനി ഒന്നുമില്ല യേശുവേ, എനിക്ക് ഉള്ളതെല്ലാം നീ തന്നതേ ഉള്ളൂ യേശുവേ. ഞാനിതാ ആയിരിക്കുന്ന പ്രകാരം അടിയിലേക്ക് വരുന്നു. എന്നെ നീ തലോടണമേ. യൗസേപ്പിനെ നേരിയ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ഇന്ന് എനിക്ക് ശുഭ്രമായ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കണമേ. ആത്മാവിൻ്റെ തേജോ വസ്ത്രം ധരിപ്പിക്കണമേ. ആത്മാവിൻ്റെ മഹത്വമുള്ള മേലങ്കി ധരിപ്പിക്കണമേ. ആത്മാവിൻ്റെ മഹിമാവിൻ നീരാളം ചാർത്തി തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. എൻ്റെ യേശുവേ, ഇത്രയും കാലം ഒന്നും അറിയാത്തതിനായി ഞാൻ നടന്നുപോയി. ഇത്രയും കാലം ഒന്നും അറിയാത്തവളെ പോലെ ഞാൻ ജീവിച്ചു പോയി. ഒന്നും മനസ്സിലാക്കിയില്ല. എന്നാൽ നീ മനസ്സിലാക്കുന്നു. ഞാൻ ദരിദ്രനാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ കുരുടനാണ്. കർത്താവേ, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. എനിക്ക് ആകെയുള്ളത് യേശുവേ ഇപ്പോൾ നീ തരുന്ന വചനം മാത്രം, വേറെ ഒന്നും എനിക്കില്ല. നീ തരുന്ന വചനം മാത്രം. ഈ വചനം ഞാൻ ഭക്ഷിക്കും കർത്താവേ. തിരുവചനം ഞാൻ ഭക്ഷിക്കും, തിരുവചനം ഞാൻ പാനം ചെയ്യും, തിരുവചനം ഞാൻ കുടിക്കും. കർത്താവേ, മധുരപാനീയമായി തേനിലും തേൻകട്ടിലും മധുരമായ വചനം ഞാൻ കുടിക്കും. കർത്താവേ, ഈ തിരുവചനം ഞാൻ ധ്യാനിക്കും. കർത്താവേ, എനിക്ക് നീ തരുന്ന ഈ വചനം ഉണ്ടല്ലോ, അത് ഞാൻ എന്നും കുടിക്കും. കർത്താവേ, എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട. യേശുവേ, നിൻ്റെ വചനം മാത്രം മതി. എൻ്റെ ജീവസന്ധാരണത്തിന് നിൻ്റെ വചനം മാത്രം മതി. കർത്താവേ, വചനത്താൽ എന്നെ പോഷിപ്പിക്കണമേ. എനിക്ക് പുതുവസ്ത്രം തരണമേ. തിരുരക്തത്താൽ എന്നെ പൊതിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ പൊതിയണമേ. തിരുരക്തത്താൽ എന്നെ വലയം ചെയ്യണമേ. തിരുരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. തിരുരക്തത്താൽ എന്നെ അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ എൻ്റെ പാവക്കറകളൊക്കെയും കഴുകണമേ. കർത്താവേ, തിരുരക്തത്താൽ എന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ലജ്ജിക്കാതെ പ്രാർത്ഥിക്കൂ, സംശയിക്കാതെ പ്രാർത്ഥിക്കൂ. യേശുവിനോട് പറയൂ. യേശുവിനെ കണ്ടുകൊണ്ട് പറയൂ. യേശുവിനെ അരികത്ത് നിൽക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് പറയൂ. യേശുവിനോട് പറയൂ. ഹല്ലേലൂയ. യേശുവേ, നിൻ്റെ ജീവദായകമായ തിരുരക്തം എന്നെ മേൽ തളിച്ച്, തിരുരക്തത്താൽ എന്നെ ആവരണം ചെയ്ത്, തിരുരക്തത്താൽ എന്നെ തേജോവസ്ത്രം ധരിപ്പിച്ച് എന്നെ ഇന്ന് കളങ്കമില്ലാത്തനാക്കി നിർത്തണമേ. കളങ്കമില്ലാത്തതാക്കി നിർത്തണമേ. പ്രാർത്ഥിക്കൂ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യരാജാധിരാജനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ ഞങ്ങളെ നാനയിച്ചതിനായി സ്തോത്രം. തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകുന്നതിനായി സ്തോത്രം. അപ്പോൾ ഭാരത്തോടും സങ്കടത്തോടും വേവലാതിയോടുകൂടി വന്നിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവേ. മനസ്സ് ചഞ്ചലപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ഭയവും ഭീതിയുമായി മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും തൊടണമേ. എല്ലാവരെയും തലോടണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. ഭാരങ്ങൾ അകറ്റണമേ. സമാധാനം നൽകണമേ. കുടുംബശാന്തി നൽകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.